ഹായ് ഓൾ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് റൈസ് ഓഫ് നാഷണൽസ് ഇൻ യൂറോപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. പൊതുവെ കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്ററാണിത്. CBSE 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ പരീക്ഷ, സോഷ്യൽ പരീക്ഷ മാർച്ചിലാണ്. അപ്പോൾ അതിനു മുമ്പ് വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരു റിവിഷൻ വീഡിയോസിൽ കൂടെ കടന്നു പോകാം. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ ഈ റൈസ് ഓഫ് നാഷണൽസ് ഇൻ യൂറോപ്പ് ഒരു കഥ പോലെ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കഥ കേൾക്കാൻ നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് യൂറോപ്പിനെ, അല്ലെങ്കിൽ യൂറോപ്പ് എന്ന് പറയുന്ന രാജ്യത്തിന് നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേഡി ആയിട്ട് സങ്കല്പിക്കാം. ഓക്കെ, നമുക്ക് യൂറോപ്പ എന്നുള്ളൊരു പേര് കൊടുക്കാം. യൂറോപ്പ എന്ന് പറയുന്നത് ഒരു ബിഗ് റോയൽ ഫാമിലിയിലെ മെമ്പറാണ്. പക്ഷേ അവൾക്ക് എപ്പോഴും വിഷമമാണ്. കാരണം എന്താ വെച്ചാൽ അവളുടെ ഫാമിലി മെമ്പേഴ്സ് ആരും യുണൈറ്റഡ് അല്ല. ഓരോരുത്തരും ഓരോ സ്ഥലത്താണ്. ഓരോരുത്തരും തമ്മിൽ കണ്ടാൽ അടിപിടി ബഹളങ്ങൾ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് യൂറോപ്പയ്ക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം അത്രയും വലിയ ഫാമിലി ഉണ്ട്, പക്ഷെ ആരും യുണൈറ്റഡ് അല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഉള്ളൊരു സങ്കടം ഉണ്ടല്ലോ. ആ സങ്കടത്തിലാണ് എപ്പോഴും യൂറോപ്പ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് യൂറോപ്പയുടെ ബ്രദർ ഉണ്ട്. യൂറോപ്പയുടെ ബ്രദറിനെ നമുക്ക് ഫ്രാൻസിസ് എന്ന് വിളിക്കാം. അതായത് ഫ്രാൻസിസ് എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. ഇപ്പൊ ഫ്രാൻസ്, ഓക്കെ, ഫ്രാൻസ് എന്നുള്ളത് നമുക്ക് മാറ്റി വയ്ക്കാം. തൽക്കാലം നമുക്ക് ഫ്രാൻസിസ് എന്ന് വിളിക്കാം. ഇപ്പൊ യൂറോപ്പയുടെ സങ്കടം മനസ്സിലാക്കിയിട്ട് ഈ ബ്രദർ ഉണ്ടല്ലോ ഫ്രാൻസിസ് പിന്നെ എന്താ ഈ കുടുംബക്കാരെ എല്ലാരെയും കൂടെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു. ഇപ്പൊ ഫ്രാൻസിസ് കണ്ടിട്ട് കൊണ്ടുവന്ന ചില ആശയങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടാണ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. അപ്പം ഒരുപാട് പേർക്ക് ഈ ഒരു ആശയത്തിനോടൊക്കെ താല്പര്യം തോന്നി. എന്നിട്ട് ഫ്രാൻസിസിന്റെ ഒപ്പം കൂടി. ദാറ്റ് ഈസ് ഫ്രഞ്ച് റവല്യൂഷൻ. ഓക്കെ, എന്നിട്ട് ഫ്രാൻസിസ് ആണ് ആ ഒരു കുടുംബത്തിനെ യോജിപ്പിക്കാനുള്ള ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയത്. അപ്പം ഫ്രാൻസിസിന്റെ ആ ഒരു ശ്രമഫലമായിട്ട് ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടാകുകയും ആൾക്കാരെല്ലാം ഒന്നിക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രാൻസിസിന്റെ ഒരു സുഹൃത്ത് വന്നു. ആ സുഹൃത്തിന്റെ പേരാണ് നെപ്പോളിയൻ. നെപ്പോളിയൻ എന്ന് പറയുന്നത് ശരിക്കും യൂറോപ്പയുടെ ലൈഫിൽ ഒരു ഹീറോ ആണ്. ഓക്കെ, യൂറോപ്പിനെ മൊത്തത്തിൽ നല്ലതാക്കണം, അല്ലെങ്കിൽ യൂറോപ്പയുടെ സങ്കടം മാറ്റണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു നെപ്പോളിയൻ എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ ശക്തനായിട്ടുള്ളൊരു നേതാവൊക്കെ ആയിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാം, യൂറോപ്പയും നെപ്പോളിയനും തമ്മിൽ ലവ് ആയിരുന്നു. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇക്വാലിറ്റി, പ്രിവിലേജ് എല്ലാം നെപ്പോളിയൻ കൊടുത്തു. അതിനെയാണ് നമുക്ക് നെപ്പോളിയനിക് കോഡ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ നെപ്പോളിയൻ ഒരു പ്രശ്നമുണ്ട്. ആള് ഭയങ്കര കർക്കശക്കാരനാണ്. എല്ലാത്തിനും എന്താണ്, യുദ്ധം എന്നുള്ളൊരു രീതിയാണ് പുള്ളിയുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പുള്ളി ഈ യൂറോപ്പയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഫ്രാൻസിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര പോസസീവാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ എനിമീസ് എല്ലാവരോടും ചേർന്നിട്ട് നെപ്പോളിയനെ 1815 തോൽപ്പിച്ചു. വാട്ടർലൂ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും നെപ്പോളിയൻ അവസാനം മരിച്ചു പോവുകയും ചെയ്തു. ഓക്കെ, അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നീട് യൂറോപ്പയുടെ ലൈഫ് എന്തായി? യൂറോപ്പയുടെ ലൈഫ് വീണ്ടും എന്താണ്, പഴയ പോലെ ആയിപ്പോയി. അതായത് നെപ്പോളിയൻ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നോ അതെല്ലാം തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തില് ചില ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അവര് നമുക്ക് വില്ലന്മാരെന്ന് പറയാം, വേണമെങ്കിൽ യൂറോപ്പയുടെ ഒരു അങ്കിൾമാരെന്ന് വേണമെങ്കിലും പറയാം. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു ഓസ്ട്രിയൻ മജിസ്ട്രേറ്റ് ആയിട്ടുള്ള മെട്രേണിച്ച്. മെട്രേണിച്ച് ഈ ഒരു നാഷണലിസം മൂവ്മെന്റിനെയൊക്കെ അങ്ങ് എന്ത് ചെയ്തു, അടിച്ചമർത്താൻ ശ്രമിച്ചു. അപ്പൊ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ട് യൂറോപ്പിനെ വീണ്ടും എന്താണ്, പഴയ മാതിരി തന്നെ ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. പക്ഷെ ആൾക്കാരുടെ ഉള്ളിൽ ഓൾറെഡി ആ ഒരു ആശയങ്ങളൊക്കെ പിന്നെ നെപ്പോളിയൻ അവശേഷിപ്പിച്ചിട്ട് പോയ ആശയങ്ങളൊക്കെ ആൾക്കാരുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാര് ഈ പഴയ രീതിയിലോട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പൊ നമുക്ക് വീണ്ടും അവിടെ ഒരു ഹീറോ വന്നു എന്ന് വിചാരിക്കാം. അയാളുടെ പേരാണ് റെമോ. റെമോ എന്ന് പറയുന്നത് റൊമാൻറ്റിസിസത്തിന്റെ വക്താവാണ്. റൊമാൻറ്റിസിസത്തിനെയാണ് നമുക്ക് റെമോ എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. റൊമാൻറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വളരെ ശാന്തത ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവര് കൾച്ചർ, പിന്നെ ലാംഗ്വേജ്, കൾച്ചർ, ഫോക്ക് സോങ്സ്, ട്രഡീഷൻ, അതിനെയൊക്കെയാണ് അവര് സിമ്പിൾ ഓഫ് യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഇതിൽ കൂടെ എന്താണ്,
നാഷണലിസം എന്ന് പറയുന്ന ഫീലിങ്ങിനെ പിന്നെ ഇഗ്നേറ്റ് ചെയ്യുകയും എന്താണ് ആൾക്കാരെ യുണൈറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു റെമോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. റെമോയുടെ ആ ഒരു ആശയങ്ങളെല്ലാം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ എന്താണ് വീണ്ടും യുണൈറ്റഡ് ആയി അവരുടെ ആ ഒരു നാഷണലിസത്തിന് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അങ്ങനെ റെമോയും യൂറോപ്പയും കൂടെ മീറ്റ് ചെയ്യുകയും അവര് കല്യാണം കഴിക്കുകയും ചെയ്തു. അപ്പൊ ഇവരുടെ കുട്ടികളാണ് ഇറ്റലി, ജർമ്മനി ആൻഡ് ബ്രിട്ടൻ. ഓക്കെ, അപ്പൊ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും എന്താണ് യൂറോപ്പയുടെ ജീവിതത്തിൽ പതുക്കെ ഹോപ്സും കാര്യങ്ങളും ഒക്കെ വരാൻ തുടങ്ങി. അപ്പം എന്താ ഈ ഒരു നേഷൻഹുഡിന്റെ പാത്തിലോട്ട് യൂറോപ്പയുടെ കുട്ടികളും വന്നു. ഓക്കെ, എന്താ ഇറ്റലി എന്ന് പറയുന്നത് നമുക്കൊരു ഇമോഷണൽ കിഡായിട്ട് കൺസിഡർ ചെയ്യാം. ഇറ്റലി മെനി സ്റ്റേറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റലിയുടെ ആ ഒരു നാഷണലിസ്റ്റ് ഡ്രീം ഓഫ് യൂണിറ്റി അത് സാധ്യമായത് മെയിൻ ആയിട്ടും ഒരു 3 ലീഡേഴ്സ് വഴിയാണ്. ഒന്നെന്ന് പറയുന്നത് ഗെസ്പെ മസിനി, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കേവിയർ, ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് ഗെസ്പെ ഗരിബാൾഡി. ഇവരിൽ കൂടെയാണ് ഇറ്റലിയുടെ യൂണിഫിക്കേഷൻ സാധ്യമായത്. ഓക്കെ, ജർമ്മനി എന്ന് പറയുന്നത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചൈൽഡാണ്. ജർമ്മനിയുടെ ഒരു യൂണിഫിക്കേഷന് ഹെൽപ്പ് ചെയ്ത ആളാണ് ഓട്ടോ ആൻഡ് ബിസ്മാർക്ക്. ഓട്ടോ ആൻഡ് ബിസ്മാർക്കിന്റെ സമഫലമായിട്ടാണ് ജർമ്മനി യൂണിഫൈഡ് ആവുന്നത്. അടുത്ത ആളാണ് ബ്രിട്ടൻ. ബ്രിട്ടൻ എന്ന് പറയുന്നത് വളരെ ടാക്ടിക് ആയിട്ടുള്ള ആളാണ്. ബ്രിട്ടന്റെ ഒരു നാഷണലിസം അല്ലെങ്കിൽ യൂണിഫിക്കേഷൻ പൂർത്തിയാക്കിയത് എന്താ വളരെ തന്ത്രപൂർവ്വമാണ്. അവര് ലോസ്, ലാംഗ്വേജ് എല്ലാം വെച്ചിട്ടാണ് അവര് ഒരു യൂണിഫിക്കേഷൻ റെഡിയാക്കി എടുത്തത്. അവർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ അത് മനസ്സിലാവും. സ്കോട്ട്ലൻഡ്, അയർലൻഡ് അതിനെയൊക്കെ അവര് ഒന്നിപ്പിച്ചെടുത്തത് പല പല ആക്ടിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. യാതൊരു യുദ്ധവും ബ്രിട്ടനിൽ നടന്നിട്ടില്ല. ഓക്കെ, അപ്പം നാഷണലിസം ഒക്കെ വന്നു. പതുക്കെ രാജ്യങ്ങളെല്ലാം ഒരുമിച്ചു. ഗ്രീക്ക് സ്വതന്ത്രമായി. അപ്പം ഗ്രീക്ക് എന്ന് പറയുന്നത് യൂറോപ്പിന്റെ ക്രാഡിൽ ഓഫ് സിവിലൈസേഷൻ ആണ്. അപ്പം അതും ഒക്കെ ഇൻഡിപെൻഡന്റ് ആയി. അപ്പം ഈ ഒരു യൂണിറ്റി കൊണ്ടുവന്നെങ്കിലും എന്താണ് യൂറോപ്പ് മക്കളെ എപ്പോഴും വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നാഷണലിസം യൂണിറ്റി കൊണ്ടുവന്നു, ഓക്കെ, പക്ഷേ ഒരിക്കലും അത് എന്താണ് ഇമ്പീരിയലിസമായിട്ട് മാറാൻ പാടില്ല. ഇമ്പീരിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണലിസത്തിന്റെ ഒരു സെൽഫിഷ് ഫോമാണ്. ഓക്കെ, നാഷണലിസത്തിന്റെ ഒരു സെൽഫിഷ് ഫോമാണ് ഈ ഒരു ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, നാഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നേഷൻ ഒന്നാകണം എന്നുള്ള ഫീലിംഗ് ആണെങ്കിൽ, ഇമ്പീരിയലിസം എന്ന് പറയുന്നത് എനിക്ക് മാത്രം മതി, വേറെ ആരും നന്നാകാൻ പാടില്ല എന്നുള്ള ചിന്തയാണ്. ഇപ്പം ജർമ്മനി ഒരു വെപ്പൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇറ്റലി പോയിട്ട് 2 വെപ്പൺ വാങ്ങിക്കും. അത് കണ്ടിട്ട് ബ്രിട്ടൻ പോയിട്ട് ഒരു 3 വെപ്പൺ വാങ്ങിക്കും. റഷ്യ പോയിട്ട് ഒരു 5-6 വെപ്പൺ വാങ്ങിക്കും. അങ്ങനെ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം, എനിമിറ്റി, ജലസി അങ്ങനെയുള്ള ഒരുപാട് ഫീലിങ്സ് കൂടി കലർന്നതാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ മക്കൾ എല്ലാവരും കൂടെ അവരുടെ സെൽഫിഷ് തോട്ടിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് യൂറോപ്പ് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് നിങ്ങളുടെ നാശത്തിനായിരിക്കും കലാശിക്കാന്ന്. പക്ഷേ അത് ആരും കേൾക്കാനൊന്നും നിന്നില്ല. അവര് കണ്ടിന്യൂസ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ എന്ത് പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധമുണ്ടായി. ബാൾക്കൻ യുദ്ധം. ബാൾക്കൻ എന്ന് പറയുന്ന ഏരിയ ആണ് ഒരു ടെൻഷൻ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. സോറി, ബാൾക്കൻ യുദ്ധമല്ല. അതിനെ തുടർന്നിട്ട് ഫസ്റ്റ് വേൾഡ് വാർ സംഭവിച്ചു. ഈ നാഷണലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇമ്പീരിയലിസം ആയിട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും രാജ്യങ്ങളെല്ലാം തമ്മിൽ ഭയങ്കരമായിട്ട് അടിയിടാൻ തുടങ്ങി. അടിയിട്ട് അവസാനം അത് വലിയ യുദ്ധത്തിലോട്ട് കലാശിച്ചു. ഇത്രയാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അത്യാവശ്യം വേണ്ട കുറച്ച് കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ലിബർട്ടി, ഇക്വാലിറ്റി, ഫെർട്ടേണിറ്റി, പിന്നെ അതുപോലെ തന്നെ എന്താണ് റൊമാൻറ്റിസം, കൺസർവേറ്റിസം, നാഷണലിസം, റവല്യൂഷനിസം, അങ്ങനെയുള്ള കൺസെപ്റ്റുകളെല്ലാം ഞാൻ ഇതിലൂടെ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. നമുക്കിനി ഓരോരോ ഇസങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അടുത്ത് വരുന്ന ക്ലാസ്സുകളിൽ നോക്കിപ്പോവാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റുകളും അറിയിക്കുക. താങ്ക് യു.